നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിശപ്പുകൾ ആ വിശപ്പിന്റെ കാരണം ദൈവവചനം വേണ്ട അളവിലും അതിന് കണക്കിലും നമ്മൾ ഭക്ഷിക്കാത്തതുണ്ട്. എന്നും ഭക്ഷിക്കണം. ഭക്ഷിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ്, അതായത് വചനം പറഞ്ഞല്ലോ, സ്വരവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എസെക്കിയേലിന്റെ പുസ്തകം 3:1-4 വചനം പറയാം. എസെക്കിയേൽ, നീ വാ തുറന്ന് വചനം ഭക്ഷിക്കുക. സ്വരവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എസെക്കിയേൽ 2 മുഴുവൻ പറയുന്നത്, നീ അവരെ പോലെ ധിക്കാരിയാകരുത്, നീയും വചനം ഭക്ഷിക്കുക. ഞാൻ നിനക്കത് ചുരുളെടുത്ത് ഭക്ഷിക്കാൻ പറയാം. ദൈവം വചനം ഭക്ഷിക്കാൻ പറയാം. എസെക്കിയേലിന്റെ പുസ്തകത്തിന്റെ 3:17 പറയും, ഞാൻ നിന്റെ നാവിൽ വചനം വെച്ചേരുമ്പോ. ദൈവവചനം തന്നെ ഒരു ഫുഡാണ്, ആ ഭക്ഷണമാണ്, അപ്പമാണ്. അത് കഴിച്ചാൽ മതി. അത് കഴിക്കുന്നവന് വിശപ്പുണ്ടാകില്ല. ലോകത്തിന്റെ ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും വിശപ്പാ, എല്ലാത്തിനും പേരും. ഈ വിശപ്പിന്റെ കാരണം എല്ലാം വേണം. എന്തേലും കിട്ടിയാലും തികയല്ല, കൊടുത്തു വീട് കിട്ടിയാലും തികയല്ല, മക്കളെ ഉണ്ടായാലും തികയത്തില്ല, ജോലി കിട്ടിയാലും തികയത്തില്ല. ഈ തികയാത്തതിന്റെ കാരണം മറ്റൊന്നുമില്ല, അവന് വിശപ്പ് നിൽക്കുകയാണ്. വിശപ്പ് തീർന്നിട്ടില്ല, അവന്റെ ആഗ്രഹങ്ങൾ തീർന്നു. മരണക്കിടക്കെ കിടക്കുമ്പോഴും ചിലക്ക് അവരുടെ വിശപ്പ് തീർന്നിട്ടില്ല. പേരിന് വേണ്ടി, പെരുമയ്ക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടിയുള്ള വിശപ്പ് തീർന്നിട്ടില്ല. കാരണം ആ ദൈവവചനം സ്വീകരിച്ചിട്ടില്ല, ഭക്ഷിച്ചിട്ടില്ല. അതായത് യോഹന്നാൻ 1:12 പറയും, അവനെ സ്വീകരിച്ചവർക്കല്ല, അവൻ നാമത്തില് വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകുന്നു. കൈകളടിച്ച് നന്ദി പറഞ്ഞേ, ഉച്ചത്തിൽ